Hi friends, welcome to my channel. ഞാനിന്നുണ്ടാക്കുന്നത് നവാബി ഷെമായി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡെസേർട്ടാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സേമിയ. 200 ഗ്രാം സേമിയ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും വളരെ നേരിയ തരത്തിലുള്ള സേമിയ തന്നെ എടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഈ തരത്തിലുള്ള ഒരു സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറിപ്പോകാത്ത രീതിയിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാൻ. റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് എടുക്കുന്നതെങ്കിൽ 2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഞാൻ എടുത്തത് ഇപ്പോൾ റോസ്റ്റഡ് അല്ലാത്ത സേമിയ. ഇതൊരു 5 മിനിറ്റ് വറുത്തെടുക്കണം. റോസ്റ്റഡ് ആയിട്ടുള്ള നേരിയ സേമിയ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3-4 ഏലക്ക പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന സേമിയയുടെ കളർ മാറിപ്പോകാത്ത രീതിയിൽ തന്നെ ഇത് വറുത്തെടുക്കണം. ഇതൊരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ 5 മിനിറ്റ് റോസ്റ്റായി കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പാലൊന്ന് ചൂടായി തിളയ്ക്കാറാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പാൽപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡാണ്. ഈ പാലൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാലാണ് ഈ പാലൊന്ന് കുറുകി ക്രീമി രൂപത്തിലായി കിട്ടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ വേണമെങ്കിൽ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ട പിടിക്കില്ല. കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമ്മുടെ പാലൊന്ന് നല്ലതുപോലെ ക്രീമി രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ലെവൽ ചെയ്യാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവലാക്കിയതിന് ശേഷം ബാക്കി സേമിയ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ ഈ ലെയർ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ബൗളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ 3 ലെയറും ഡിഫറെൻ്റായി നിൽക്കുന്നുണ്ട്. ഇത് നല്ലൊരു ക്രീമി ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇപ്പം നമ്മുടെ 3 ലെയറുള്ള നവാബി ഷമായി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ കട്ടോര ഉണ്ടാവുമല്ലോ, അതിൽ ഇതേപോലെ 3 ലെയറായി സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരിത് ആസ്വദിച്ച് കഴിച്ചിരിക്കും. അടിപൊളി ടേസ്റ്റാണിത്. അഥവാ നിങ്ങൾക്ക് ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.